നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡ് അല്ല. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുക. ഈ CMRL കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവർ UDFന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുണ്ട്. അതുകൊണ്ട് ഈ കേസ് നേരാവണ്ണം നടക്കണം എന്നുള്ള ആഗ്രഹം UDFനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് അന്വേഷിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, വധശ്രമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോലീസ് ഒരു ഒത്തുകളിയാണ് നടത്തിയത്. ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. ഈ CMRL കേസിൽ ഒരു കാരണവശാലും UDFനും LDFനും അവരുടെ നേതാക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല.